ഡിയർ സ്റ്റുഡൻസ്, അബു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററായ സർക്കിൾസ് അല്ലെങ്കിൽ വൃത്തങ്ങൾ എന്ന പാഠത്തിലെ 55ാമത്തെ പേജിലെ സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ വൃത്തവും ചതുർഭുജവും എന്ന ഭാഗത്തിലെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിനുശേഷം തുടർന്ന് വരുന്ന എക്സസൈസിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും നമ്മൾ കണ്ടുപിടിക്കും. ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ ചതുർഭുജം എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ബോർഡിൽ ഞാൻ 2-3 ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ആദ്യത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഒരു സർക്കിളുണ്ട്, ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, ഒരു വൃത്തവും ഒരു ചതുർഭുജവുമുണ്ട്. അപ്പോൾ ഈ ചതുർഭുജത്തിൻ്റെ പേര് ABCD എന്നാണ്, ക്വാഡ്രിലാറ്ററൽ ABCD. അപ്പോൾ ഇതിൻ്റെ 4 മൂലകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വൃത്തത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ 4 മൂലകളിൽ 3 എണ്ണം മാത്രമേ വൃത്തത്തിലുള്ളൂ, 4ാമത്തത് വൃത്തത്തിൻ്റെ പുറത്താണ്. മൂന്നാമത്തെ ചിത്രത്തിൽ ഇതിൻ്റെ 3 മൂലകൾ വൃത്തത്തിലാണ്, 4ാമത്തെ മൂല വൃത്തത്തിന് ഉള്ളിലാണ്. അപ്പോൾ ഈ 2 ചിത്രങ്ങളിലെ ചതുർഭുജത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇതിലെ ചതുർഭുജം. ചതുർഭുജത്തിൻ്റെ 4 മൂലകളും വൃത്തത്തിൽ സ്ഥിതി ചെയ്യുന്നു. 4 vertices of a quadrilateral are on the circle. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററലിന് പറയുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം. മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് പറയാം, ഒരു ചതുർഭുജത്തിൻ്റെ 4 മൂലകളിലൂടെയും ഒരു വൃത്തം കടന്നു പോകുന്നുവെങ്കിൽ ആ ചതുർഭുജത്തെ ചക്രീയ ചതുർഭുജം എന്ന് വിളിക്കാം. ഇഫ് എ സർക്കിൾ പാസസ് ത്രൂ 4 vertices of the quadrilateral, that quadrilateral is called cyclic quadrilateral. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾസിൻ്റെ മെഷേഴ്സിന് വല്ല പ്രത്യേകതയും ഉണ്ടോ എന്നുള്ളതാണ്. ഇതിൽ ഓപ്പോസിറ്റ് ആംഗിൾസാണ് ബിയും ഡിയും. അതേപോലെ തന്നെ മറ്റൊരു പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസാണ് ആംഗിൾ എയും ആംഗിൾ സിയും. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ടുള്ള പ്രത്യേകത ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി, ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് എതിർ കോണുകൾ എയും സിയും കൂട്ടിയാൽ 150 ഡിഗ്രി കിട്ടും. മറ്റൊരു ജോഡി എതിർ കോണുകളായ ബിയും ഡിയും കൂട്ടിയാൽ 150 ഡിഗ്രി കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അളവ് ഒരു 110 ഡിഗ്രി ആണെങ്കിൽ ഇത് 70 ആയി മാറും. ഇതൊരു 100 ഡിഗ്രി ആണെങ്കിൽ ഇതെത്രയായി മാറും? 80 ഡിഗ്രിയായി മാറും. എന്നാൽ രണ്ടാമത്തെ ഫിഗറിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇതിൻ്റെ പേര് PQRS ആണെന്ന് വിചാരിക്കും. ഇതിൽ ഒരു കോൺ വൃത്തത്തിന് പുറത്താണ്. അപ്പോൾ ആംഗിൾ Q പ്ലസ് ആംഗിൾ S ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി, 150 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ മറ്റ് 2 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ അത് 150നേക്കാൾ കൂടുതലായിരിക്കും. അതായത് ആംഗിൾ P പ്ലസ് ആംഗിൾ R ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി. കാരണം 4 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 360 ഡിഗ്രി കിട്ടണം. സം ഓഫ് 4 ആംഗിൾസ് ഈസ് 360 ഡിഗ്രി. അപ്പോൾ 2 എണ്ണത്തിൻ്റെ സമ്മ് 180ൽ കുറവാണെങ്കിൽ മറ്റ് 2 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180ൽ കൂടുതൽ കിട്ടണം. ഇനി മൂന്നാമത്തെ ഫിഗറിലേക്ക് വരിക. അപ്പോൾ ഇവിടെ ഈ 3 മൂലകൾ വൃത്തത്തിലാണ്. 3 vertices are on the circle and the 4th vertex is inside the circle. വൃത്തത്തിൻ്റെ ഉള്ളിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ വൃത്തത്തിൻ്റെ ഉള്ളിലുള്ള കോണും അതിന് നേരെ എതിരെയുള്ള കോണും ഇത് 2 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും കിട്ടുന്നത് ആംഗിൾ F പ്ലസ് ആംഗിൾ H ഈസ് ഗ്രേറ്റർ ദാൻ 188. കിട്ടുന്നത് 150 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള 2 എണ്ണം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ലെസ് ദാൻ 180 ഡിഗ്രി. അതായത് ആംഗിൾ E പ്ലസ് ആംഗിൾ G ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി, 150 ഡിഗ്രിയിൽ കുറവായിരിക്കും. ഇനി നമുക്ക് പേജ് 15 ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഒരു സർക്കിൾ തന്നു, ആ സർക്കിളിൽ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ഞാൻ ABCD എന്ന് പേര് കൊടുത്തിരിക്കുന്നു. ആ ക്വാഡ്രിലാറ്ററലിൻ്റെ ഡയഗണൽസ് എല്ലാം വരച്ചിരിക്കുന്നു. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്, ചക്രീയ ചതുർഭുജമാണ്. ഇവിടെ 3 ആംഗിൾസിൻ്റെ മെഷേഴ്സ് തന്നിട്ടുണ്ട്. ഒന്ന് 50 ഡിഗ്രി, മറ്റത് 30 ഡിഗ്രി, മൂന്നാമത്തത് 45 ഡിഗ്രി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സമയത്ത്, പരസ്പരം ഖണ്ഡിക്കപ്പെടുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന 4 ആംഗിൾസ് ഉണ്ടല്ലോ, ആ 4 ആംഗിൾസിൻ്റെയും മെഷേഴ്സ് നമ്മൾ കാണണം. 4 കോണുകളുടെയും അളവുകൾ കണ്ടെത്തണം. അതുപോലെ തന്നെ ഈ ABCD എന്ന
ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ ആംഗിൾസിൻ്റെയും മെഷേഴ്സ്, ചതുർഭുജത്തിൻ്റെ എല്ലാ കോണുകളുടെയും അളവുകളും കണ്ടെത്തണം. ഇവിടെ ഈ ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിനെ പി എന്ന് വിളിച്ചാൽ, വികർണങ്ങൾ പരസ്പരം ഖണ്ഡിക്കപ്പെടുന്ന പോയിൻ്റ് പി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പി എന്ന പോയിന്റിൽ ഉണ്ടാകുന്ന 4 കോണുകളുടെ അളവുകൾ നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കാം. ഇവിടെ ഒരു ത്രികോണമുണ്ട്. ആ ത്രികോണത്തിൻ്റെ 2 കോണുകൾ നമുക്കറിയാം, 50 + 30 80. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കോണ് കിട്ടാൻ, തേർഡ് ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 80 ഡിഗ്രി 180യിൽ നിന്ന് കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 180 - 80 എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്, 100 ഡിഗ്രിയാണ് നമുക്കറിയാം. അപ്പോൾ ഈ കോണിൻ്റെ അളവ് എത്രയായി? 100ആയി. ഓക്കെ, ഇനി 2 വരകൾ ഇങ്ങനെ പരസ്പരം ഖണ്ഡിക്കപ്പെടുന്നുവെങ്കിൽ, മ്യൂച്വലി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുവെങ്കിൽ, ഇവിടെ ഉണ്ടാകുന്ന കോണുകൾക്ക് പറയുന്ന പേരാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ എതിർ കോണുകൾ. എതിർ കോണുകളുടെ അളവുകൾ എപ്പോഴും തുല്യമായിരിക്കും. അതുകൊണ്ട് ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഉള്ളതും 100 ഡിഗ്രി ആയിരിക്കും. ഇനി ഇങ്ങനെ അടുത്തടുത്ത 2 കോണുകൾ രേഖീയ ജോഡികളാണ് അല്ലെങ്കിൽ ലീനിയർ പെയറാണെന്നും അതിൻ്റെ സമ്മ് 180 ആണ്, തുക 150 ഡിഗ്രി ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 100ന് തൊട്ട് അടുത്തുള്ളത് എത്രയായിരിക്കും? രണ്ടും കൂടെ കൂട്ടിയാൽ 150 കിട്ടണമെങ്കിൽ ഇത് 100 ആണെങ്കിൽ ഇത് 80 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും 80 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ വികരണങ്ങൾ പരസ്പരം ഖണ്ഡിക്കപ്പെടുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന 4 കോണുകളുടെ അളവുകൾ നമുക്ക് കിട്ടി. ഇനി 4 വെർട്ടെക്സിലുള്ള കോണുകളുടെ അളവുകൾ കണ്ടുപിടിക്കണം. 4 മൂലയിലുള്ള കോണുകളുടെ അളവുകൾ കണ്ടുപിടിക്കണം. ബാക്കിയുള്ള കോണുകളുടെ അളവുകൾ കണ്ടുപിടിക്കാൻ, ആംഗിൾസിൻ്റെ മെഷേഴ്സ് കണ്ടുപിടിക്കാൻ കാര്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരാശയമാണ് ആംഗിൾസ് ഇൻ ദ സെയിം ആർക്ക് ആർ ഈക്വൽ. ഒരേ ചാപത്തിലുണ്ടാകുന്ന കോണുകളുടെ എല്ലാം അളവുകൾ തുല്യമാണ് എന്നുള്ള ഒരാശയം. അപ്പോൾ ഇവിടെ ഒരു വൃത്തമുണ്ട്. ആ വൃത്തത്തിൽ 2 പോയിൻ്റ് എടുത്തു. ഒന്ന് എ ആണ്, മറ്റത് ബി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ 2 ചാപങ്ങളുണ്ടായി. അപ്പോൾ ഇതൊരു ആർക്ക്, ഇത് മറ്റൊരു ആർക്ക്. ഓക്കെ, ഈ ആർക്കിലുള്ള എല്ലാ ആംഗിൾസിൻ്റെയും മെഷേഴ്സ് സെയിം ആയിരിക്കും. അതേപോലെ തന്നെ ഈ ആർക്കിലുള്ള എല്ലാ ആംഗിൾസിൻ്റെയും മെഷേഴ്സ് സെയിം ആയിരിക്കും. അപ്പോൾ ആർക്കിലുള്ള ആംഗിൾസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പഠിച്ചതാണ്. ഈ ആർക്കിൽ എവിടെയെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുക, എന്നിട്ട് ആ പോയിൻറ്റിനെ എയുമായി ജോയിൻ ചെയ്യുക, അതേപോലെ തന്നെ ബിയുമായി ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ആംഗിൾ കിട്ടും. ഈ പോയിൻ്റ് പി ആണെങ്കിൽ ആംഗിൾ എ പി ബി എന്ന് പറയുന്ന ആംഗിൾ എന്താണ്? ആംഗിൾ ഇൻ ദിസ് ആർക്ക്. ഈ വലിയ ആർക്കിലുള്ള ആംഗിളാണ്. ഓക്കെ, വലിയ ചാപത്തിലെ കോണാണ്. ഇനി ഈ ചാപത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോയിൻ്റ് എടുക്കാം. എന്നിട്ട് അതിനെ ഇതേപോലെ എയിൽ നിന്ന് ഇങ്ങോട്ടും അവിടെ നിന്ന് ബിയിലേക്കും യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു കോണുണ്ട്. ഇതിപ്പം ഈ ക്യൂ ആണെന്ന് വിചാരിക്കുക പോയിൻ്റ്. അപ്പോൾ എ ക്യൂ ബി എന്നുള്ള കോൺ, ആ കോണും എന്താണ്? ഇതേ ചാപത്തിലെ തന്നെ കോണുകളാണ്. അപ്പോൾ ഒരേ ചാപത്തിലെ കോണുകളാണ് ഇത് രണ്ടും. അതിൻ്റെ രണ്ടിൻ്റെയും മെഷേഴ്സ് ഈക്വൽ ആയിരിക്കും, രണ്ടിൻ്റെയും അളവുകൾ തുല്യമായിരിക്കും. ആംഗിൾസ് ഇൻ ദ സെയിം ആർക്ക് ആർ ഈക്വൽ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരെഴുതിയാൽ എ പി ബി, എ പി ബി, പിന്നെ എ ക്യു ബി, ആംഗിൾ എ ക്യു ബി. ഈ 2 ആംഗിളിനുള്ള പ്രത്യേകത നിങ്ങൾ നോക്കുക. എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്നു. ഈ രണ്ടും നടുവിലുള്ള ലെറ്ററിൽ മാത്രമേ മാറ്റമുള്ളൂ. അപ്പോൾ ഒരു സർക്കിളിലുള്ള ആംഗിൾസ് ഒരേ ആർക്കിലുള്ള ആംഗിൾസ് ആണോ, ഒരേ ചാപത്തിലുള്ള കോണുകളാണോ എന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗം അതിലെ ആദ്യത്തെ ലെറ്ററും മൂന്നാമത്തെ ലെറ്ററും സെയിം ആയിരിക്കും. നടുക്കുള്ള ലെറ്റർ മാത്രമേ മാറുള്ളൂ. ആ ലെറ്ററിനെ സൂചിപ്പിക്കുന്ന പോയിൻ്റ് എവിടെയായിരിക്കും? ആർക്കിൽ എവിടെയെങ്കിലും ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചിത്രത്തിൽ ഒരേ അളവുള്ള കോണുകൾ നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. ഇപ്പോൾ ഡി സി എ, അപ്പോൾ തുടക്കം ഡി ആണ്, ഒടുക്കം എ ആണ്. അതേപോലുള്ള മറ്റൊരു ആംഗിൾ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ഡി ബി എ. അപ്പോൾ ഡി ബി എൻ്റെ അളവും ഡി സി എൻ്റെ അളവും രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ 30 ആയതുകൊണ്ട് ഇതും എത്രയാവും? 30 ആവും. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന മറ്റൊരു ആംഗിളാണ് 45. 45ൻ്റെ പേര് പറഞ്ഞാൽ ഡി ബി സി ആണ്. ഡിയിൽ തുടങ്ങി സിയിൽ അവസാനിക്കുന്നു. അങ്ങനെയുള്ള മറ്റൊരു ആംഗിൾ ഏതാണ്? ഡി എ സി ആണ്. അപ്പോൾ ഡി എ സിയുടെ അളവ് എത്രയാണ്? 45 ആണ്. ഇനി നമുക്ക് ഈ ചിത്രത്തിൽ ആദ്യമായി തന്നിരിക്കുന്ന മറ്റൊരു കോണാണ് 50 ഡിഗ്രി. 50 ഡിഗ്രി കോണിൻ്റെ പേരെന്താണ്? ബി ഡി സി ആണ്. ബിയിൽ തുടങ്ങി സിയിൽ അവസാനിക്കുന്നു. അങ്ങനെയുള്ള മറ്റൊരു കോണ് കാണുക. അപ്പോൾ ബി ഡി സിക്ക് തുല്യമായ കോണാണിത്, ബി എ സി.
BAC. അപ്പോൾ BDC 50 ആണെങ്കിൽ BACയും എത്ര തന്നെയാണ്? 50 ആണ്. ഇനി നമുക്ക് ഈ ചിത്രത്തിൽ 2 കോണുകൾ മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ. ആ കോണുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഇതും ഒന്ന് ഇതുമാണ്. ഈ ത്രികോണം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 കോണുകളുടെ അളവുകൾ നമുക്കറിയാം. ഒന്ന് 80, മറ്റേത് 45. അപ്പോൾ 80ഉം 45ഉം കൂട്ടിയാൽ 125 കിട്ടും. 180ൽ നിന്ന് 125 കുറയ്ക്കുക. ഓക്കെ, 180 മൈനസ് 125. അപ്പോൾ എത്ര കിട്ടും? 55 കിട്ടും. അപ്പോൾ ഈ കോണിൻ്റെ അളവ് 55 ആണ്. ഇനി ഈ ACB എന്ന കോണിൻ്റെ മെഷറും ADB എന്ന കോണിൻ്റെ മെഷറും സെയിം ആണ്. കാരണം ACB എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്നു, ADB എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്നു. അപ്പോൾ ഇത് 55 ആണെങ്കിൽ ഇതിൻ്റെ അളവും 55 ഡിഗ്രി ആയിരിക്കും. ഇപ്പം ചിത്രത്തിൽ നമുക്ക് ആവശ്യമായ എല്ലാ കോണുകളും ആയി. അപ്പോൾ ഈ P എന്ന പോയിന്റിൽ ഉണ്ടാകുന്ന 4 കോണുകളുടെ അളവുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ABCD എന്ന 4 കോണുകളുടെ അളവുകളും എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആംഗിൾ A എത്രയാണ്? ആംഗിൾ A സമം 45 പ്ലസ് 50 സമം 95. 45 പ്ലസ് 50 95. ആംഗിൾ B സമം 30 പ്ലസ് 45. ആംഗിൾ B സമം 30 പ്ലസ് 45 സമം 75. ഇനി ആംഗിൾ C സമം 55 പ്ലസ് 30. ആംഗിൾ C is equal to 55 plus 30 is equal to 85. നാലാമത്തെ കോൺ, ഫോർത്ത് ആംഗിൾ 55 plus 50. ഓക്കെ, ആംഗിൾ D is equal to 55 plus 50 is equal to 105. അപ്പോൾ 4 മൂലകളിലുള്ള കോണുകളുടെ അളവുകൾ നമുക്ക് കിട്ടി. ഇനി ഈ P എന്ന പോയിന്റിലുള്ള 4 കോണുകളുടെ അളവുകൾ കിട്ടണം. അത് നമ്മൾ നേരത്തെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് APD. അപ്പോൾ APD is equal to ആംഗിൾ APD is equal to 80 ഡിഗ്രി. അതേ മെഷർ തന്നെയാണ് ഏതിനും? ആംഗിൾ BPCക്കും. അതുകൊണ്ട് നമുക്ക് ആംഗിൾ BPC എന്ന് എഴുതാം. ആംഗിൾ APDയും ആംഗിൾ BPCയും രണ്ടും തുല്യമാണ്. രണ്ടിൻ്റെയും അളവ് 80 ഡിഗ്രി ആണ്. മറ്റൊരു കോണാണ് ഏത്? ആംഗിൾ APB. അതിന് തുല്യമായ കോണാണ് ആംഗിൾ DPC. അപ്പോൾ ആംഗിൾ APB സമം എത്രയാണ്? 100 ഡിഗ്രിയാണ്. അതെന്തിന് തുല്യമാണ്? ആംഗിൾ DPCക്ക് തുല്യമാണ്. അപ്പോൾ ആംഗിൾ DPC, കോൺ DPC. അങ്ങനെ നമ്മുടെ ആവശ്യപ്പെട്ടിരിക്കുന്ന 8 കോണുകളുടെയും അളവുകൾ നമുക്ക് കിട്ടി. ഇത്രയും കോണുകളുടെ അളവുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന 3-4 ആശയങ്ങളുണ്ട്. ഒന്നെന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. എതിർ കോണുകൾ തുല്യമാണ്. മറ്റൊന്ന് സം ഓഫ് ലീനിയർ പെയർ ഈസ് 180. രേഖീയ ജോഡിയുടെ തുക 150 ഡിഗ്രിയാണ്. മറ്റൊന്ന് ആംഗിൾസ് ഇൻ ദ സെയിം ആർക്ക് ആർ ഈക്വൽ. ഒരേ ആർക്കിലുള്ള കോണുകളുടെ അളവുകൾ തുല്യമാണ്. നാലാമത്തേത് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് എന്താണ്? സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ഒരു ത്രികോണത്തിലെ കോണുകളുടെ എല്ലാം അളവുകളുടെ തുക 150 ഡിഗ്രി ആയിരിക്കും. ഇത്രയും ആശയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിത് കണ്ടുപിടിച്ചിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് എനി ഔട്ടർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു ദി മെഷർ ഓഫ് ദി ഇന്നർ ആംഗിൾ അറ്റ് ഇറ്റ്സ് ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഏതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെയും ഏതെങ്കിലും ഒരു വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിളിൻ്റെ മെഷർ ആ വെർട്ടെക്സിന് നേരെ ഓപ്പോസിറ്റുള്ള ആംഗിളിൻ്റെ മെഷറിന് ഈക്വൽ ആയിരിക്കുമെന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊരു ചക്രീയ ചതുർഭുജത്തിലും ഏതെങ്കിലും ഒരു മൂലയിലുള്ള ബാഹ്യകോണിൻ്റെ അളവ് അതിന് നേരെ എതിരെയുള്ള മൂലയിലുള്ള അകക്കോണിൻ്റെ അളവിന് തുല്യമാണ് എന്ന് തെളിയിക്കാൻ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെളിയിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആയിരിക്കും എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിന് നമ്മൾ പേര് കൊടുക്കുന്നു ABCD. ഇങ്ങനെയുള്ളൊരു ചക്രീയ ചതുർഭുജം. ആ ചക്രീയ ചതുർഭുജത്തിൻ്റെ ഒരു വശം ഞാൻ പുറത്തേക്ക് നീട്ടി വരച്ചു. അപ്പോൾ അവിടെ ഒരു ബാഹ്യ കോണുണ്ടായി, ഒരു ഔട്ടർ ആംഗിൾ ഉണ്ടായി. ഇതാണ് ഔട്ടർ ആംഗിൾ. അപ്പോൾ D എന്ന പോയിന്റിൽ ഉണ്ടായിരിക്കുന്ന വെർട്ടെക്സിൽ ഉണ്ടായിരിക്കുന്ന ഔട്ടർ ആംഗിളാണിത്. അപ്പോൾ ഡിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് ആണ് B. ഓക്കെ,
നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ മെഷറും ഈ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ മെഷറും രണ്ടും സെയിം ആയിരിക്കും. ഈ പുറംകോണിൻ്റെ അളവും ഈ അകക്കോണിൻ്റെ അളവും രണ്ടും തുല്യമാണ്. ഈ പുറംകോണിനെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളിവിടെ പി എന്നുള്ളൊരു പോയിൻ്റ് കൊടുക്കുന്നു. അപ്പോൾ പുറംകോണിൻ്റെ പേര് PDC എന്നായി മാറും. ഇനി രണ്ട് പ്രത്യേകതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിത് തെളിയിക്കുന്നത്. ഈ കോണും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് രേഖീയ ജോഡി കിട്ടും. അപ്പോൾ അതിൻ്റെ തുക 150 ഡിഗ്രി ആയിരിക്കും. ലീനിയർ പെയർ സം വിൽ ബി ഈക്വൽ ടു 180. അപ്പോൾ ആംഗിൾ PDC പ്ലസ് ആൻഡ് ആംഗിൾ D ഈസ് ഈക്വൽ ടു 180 എന്നെഴുതുന്നു. മറ്റൊരു പ്രത്യേകത, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതിനാൽ, ചക്രീയ ചതുർഭുജമായതിനാൽ ആംഗിൾ D പ്ലസ് ആംഗിൾ B ഈസ് ഓൾസോ 180. അപ്പോൾ ആംഗിൾ B പ്ലസ് ആംഗിൾ D ഈസ് ഈക്വൽ ടു 180. ഇപ്പോൾ രണ്ട് സമവാക്യങ്ങൾ ഇക്വേഷൻസ് കിട്ടി. രണ്ടിൻ്റെ റൈറ്റ് സൈഡ്സ് വലതുവശങ്ങൾ തുല്യമാണ്, അതുകൊണ്ട് ഇടതുവശങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ആംഗിൾ PDC പ്ലസ് ആംഗിൾ D ഈസ് ഈക്വൽ ടു ആംഗിൾ B പ്ലസ് ആംഗിൾ D. കോൺ PDC പ്ലസ് കോൺ D സമം കോൺ B പ്ലസ് കോൺ D. ഏത് സന്ദർഭത്തിലും രണ്ട് ഇക്വേഷൻസ് കിട്ടി. അതിൻ്റെ റൈറ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, ലെഫ്റ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ റൈറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് വീണ്ടും ഈക്വലായിട്ട് തന്നെ നിൽക്കുന്നു. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ബാലൻസ്ഡ് ആണ്. ഇനി ഈ ഭാഗത്തു നിന്ന് വല്ലതും ഒഴിവാക്കിയാൽ മറ്റേ ഭാഗത്തു നിന്നും ഒഴിവാക്കണം. ഇവിടെ വല്ലതും കൂട്ടിച്ചേർത്താൽ മറ്റേ ഭാഗത്തും കൂട്ടിച്ചേർക്കണം. അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും കോമൺ ആയിട്ടുള്ളതാണ് ആംഗിൾ D, കോൺ D എന്ന് പറയുന്നത്. ആ കോൺ Dയെ നമ്മൾ രണ്ട് ഭാഗത്തു നിന്ന് ഒഴിവാക്കി കളയുന്നു. അങ്ങനെ ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടുന്നതാണ് ആംഗിൾ PDC ഈസ് ഈക്വൽ ടു ആംഗിൾ B. ഇനി നമ്മൾ ചിത്രത്തിലേക്ക് നോക്കാം. ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ആംഗിൾ PDC, അതായത് ഈ ആംഗിൾ എക്സ്റ്റീരിയർ ആംഗിൾ, പുറം കോൺ, അതെന്തിനു തുല്യമാണ്? ആംഗിൾ B. ആംഗിൾ B എന്ന് പറഞ്ഞാൽ ഈ കോണിന് നേരെ എതിരെയുള്ള കോൺ, അകക്കോൺ. ഇതാണ് നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞത്. ഒരു മൂലയിലെ പുറം കോൺ ഇതിന് നേരെ എതിരെയുള്ള മൂലയിലെ അകക്കോണിൻ്റെ അളവിന് തുല്യമാണ്. എക്സ്റ്റീരിയർ ആംഗിൾ അറ്റ് one vertex of a cyclic quadrilateral is equal to the measure of interior angle at its opposite vertex. ഇതൊരു പ്രധാനപ്പെട്ട റിസൾട്ടാണ്. ഇത് ഇനി അങ്ങോട്ട് വരുന്ന പല ചോദ്യങ്ങളിലും നമ്മൾ ഉപയോഗിക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ട് പല ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് എനി നോൺ ഐസോസെലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. അതായത് ഐസോസെലസ് ട്രപ്പീസിയം അല്ലെങ്കിൽ വെറും ട്രപ്പീസിയം ആണെങ്കിൽ അത് സൈക്ലിക് ആയിരിക്കില്ല എന്ന്. അതായത് സമപാർശ്വ ലംബകം അല്ലെങ്കിൽ വെറും ലംബകം മാത്രമാണെങ്കിൽ അതൊരിക്കലും ചക്രീയമായിരിക്കില്ല എന്ന് പ്രൂവ് ചെയ്യാനാണ്, തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചതുർഭുജത്തിൻ്റെ ഈ രണ്ട് വശങ്ങളും സമാന്തരമാണ്, പാരലലാണ്. ഈ രണ്ട് വശങ്ങൾ സമാന്തരമല്ല എന്ന് മാത്രമല്ല തുല്യവുമല്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വശങ്ങൾ തുല്യമായാൽ പറയുന്ന പേരാണ് ഐസോസെലസ് ട്രപ്പീസിയം അല്ലെങ്കിൽ സമപാർശ്വ ലംബകം. അപ്പോൾ ഇത് രണ്ടും തുല്യമല്ല, എന്നാൽ ഇത് രണ്ടും സമാന്തരമാണ്, പാരലലാണ്. ദീസ് ആർ നോട്ട് ഈക്വൽ. അതുകൊണ്ട് ഇതിനെ നമുക്ക് ട്രപ്പീസിയം എന്ന് വിളിക്കാം, ലംബകം എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളെല്ലാം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. AB ഈസ് പാരലൽ ടു CD, ഇത് രണ്ടും സമാന്തരമാണ്. AD ഈസ് നോട്ട് ഈക്വൽ ടു BC, ഇത് രണ്ടും തുല്യമല്ല. അങ്ങനെയാണെങ്കിൽ A ഈസ് നോട്ട് ഈക്വൽ ടു B, ഈ കോണും തുല്യമാകില്ല. ഈ രണ്ട് വശങ്ങൾ തുല്യമാകുമ്പോൾ സൈഡ്സ് ഈക്വൽ ആകുമ്പോഴാണ് ഈ രണ്ട് ആംഗിൾസ് തുല്യമാവുക. ഇതിന് രണ്ടിനും പറയുന്ന പേര് ബേസ് ആംഗിൾസ് എന്നാണ്. ഇവിടെയും ബേസ് ആംഗിൾസ് ആണ്. അപ്പോൾ ബേസ് ആംഗിൾസ് തുല്യമാകുന്നത് ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആകുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും തുല്യമല്ല. ആംഗിൾ A ഈസ് നോട്ട് ഈക്വൽ ടു B. അതേപോലെ തന്നെ ആംഗിൾ C ഈസ് നോട്ട് ഈക്വൽ ടു ആംഗിൾ D, ഇത് രണ്ടും തുല്യമല്ല. ഇനി ഇത് സൈക്ലിക് അല്ല എന്ന് തെളിയിക്കണം. അതായത് A പ്ലസ് C എന്നുള്ളത് നോട്ട് ഈക്വൽ ടു 180, B പ്ലസ് D ഈസ് നോട്ട് ഈക്വൽ ടു 180 എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും സമാന്തരമായതുകൊണ്ട് ആംഗിൾ സിയും ആംഗിൾ ബിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. അതുകൊണ്ട് നമുക്ക് എഴുതാം ആംഗിൾ B പ്ലസ് ആംഗിൾ C ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇവിടെ എഴുതി വെക്കുക കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി, അല്ലെങ്കിൽ ആന്തര സഹകോണങ്ങളുടെ തുക 150 ഡിഗ്രിയാണ്. ഇനി ഈ ബിയും എയും തുല്യമല്ല എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ബിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യാം, എ കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് കിട്ടും. അപ്പോൾ അത് 150 ഡിഗ്രി ആവുമോ? ആവില്ല. എയും ബിയും തുല്യമല്ല, കാരണം ഈ രണ്ട് സൈഡ്സും ഈക്വൽ അല്ല. അപ്പോൾ എ പ്ലസ് സി എന്നുള്ളത് 150 ഡിഗ്രിക്ക് തുല്യമല്ല, ഈക്വൽ അല്ല. ഈക്വൽ അല്ല എന്നുള്ളതിനെ നമ്മൾ ഇങ്ങനെ എഴുതും. ഈക്വൽ ആണെങ്കിൽ മാത്രമേ സൈക്ലിക് ആണെന്ന് പറയുള്ളൂ, ഈക്വൽ അല്ലെങ്കിൽ സൈക്ലിക് അല്ല. അപ്പോൾ ഒന്നുകിൽ അത് ലെസ് ദാൻ 180 ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 180 ആയിരിക്കും. അത് ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ആണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. 180ക്ക് ഈക്വൽ ആണെന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. 180ക്ക് ഈക്വൽ അല്ല, അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് സൈക്ലിക്. അപ്പോൾ എ പ്ലസ് സി എന്നുള്ളത് നോട്ട് ഈക്വൽ ടു 180 ആണെങ്കിൽ ബി പ്ലസ് ഡിയും എന്തല്ല. അതുകൊണ്ട് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഓൾസോ നോട്ട് ഈക്വൽ ടു 180 ഡിഗ്രി. അതുകൊണ്ട് എ ബി സി ഡി എന്ന ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. ലംബകം ചക്രീയമല്ല. ഡിയർ സ്റ്റുഡൻസ്, പേജ് 59 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കുറേ എണ്ണം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ് അബു മാത്സ്. സി യു നെക്സ്റ്റ് ഡേ.